നോക്കാം, നേരെ നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്ക് സമയമില്ല. ഇനി വചന ശുശ്രൂഷ വേണോ? 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 എന്താ പറയുന്നു? വചന ശുശ്രൂഷ വേണം എന്നുള്ളവർ കരവെടുത്തേക്ക്. വചന ശുശ്രൂഷ വേണം എന്നുള്ളവർ എന്ന് കരവെടുത്തേക്ക്. ഭൂരിപക്ഷത്തിന് ഒരാൾ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് കൈ താഴ്ത്തുക. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാണ്ട് ഭൂരിഭാഗം പേരും കരവെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമയം ഏതാണ്ട് ഇവിടെ തീരുകയാണ്. പക്ഷെ നമ്മൾ കാര്യമുണ്ട്. തുടങ്ങിയപ്പോൾ എത്രയും സമയം? 4:30. 4 കഴിഞ്ഞു, 4:15. 4:30 കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഒത്തിരി ദീർഘമായിട്ടൊരു വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ നടക്കുന്നില്ല. ഒരു ചെറിയ ചിന്ത മാത്രം നമ്മൾ തരികയാണ്. ചിന്ത നമുക്ക് പ്രാർത്ഥിക്കാൻ ഉണ്ടല്ലേ, പ്രാർത്ഥിക്കാനൊക്കെ വിഷയമുള്ളതുകൊണ്ട് ഒരു ചെറിയ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഒന്നുകൊണ്ട് ഒരു വിചിന്തനത്തിനാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവമക്കൾ, ആരാധിക്കുന്ന മക്കൾ, പ്രാർത്ഥിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾ എന്താ അനുഗ്രഹിക്കപ്പെടാത്തത്? ഇപ്പോഴും ഈ 1ാം ക്ലാസ് തന്നെ കിടക്കുന്നത്. എന്താ അതിന് കാരണം? എന്തോ ചോദിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ മാറിപ്പോ. എന്തോ ഒരു വചനം നമ്മൾ 34 സങ്കീർത്തനം അവരൊക്കെ വചനം ഒന്ന് വായിച്ചിട്ട് നമുക്ക് 34 സങ്കീർത്തനം 12, 13, 14 വെച്ചു. 34 സങ്കീർത്തനം 12, 14 സങ്കീർത്തനം 12. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായി ദീർഘായുസ്സ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ, പെൺമയിൽ നിന്ന് നാവിനെയും രാജഭാഷണത്തിൽ നിന്ന് അകങ്ങളെയും സൃഷ്ടിക്കുകയും. വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തത് എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നത്. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവർ അഭിലഷിക്കുന്നതാണ്. സന്തുഷ്ടമായ ജീവിതം അല്ലേ? അതാണ് അനുഗ്രഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. സന്തുഷ്ടമായ ജീവിതം. അതിന് തടസ്സമായി നിൽക്കുന്ന 2 കടുവകളുണ്ട്. അതിനെ കുറിച്ചാണ് പറയുന്നത്. എന്തത്? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷത്തിൽ നിന്ന് അധരങ്ങളെയും. നമ്മിൽ ഇത് 2 ഉള്ളൂ. ഇതേ ഉള്ളൂ. ഇതേ ഉള്ളൂ. അപ്പൊ അനുഗ്രഹം കടന്നു വരുവാനുള്ള തടസ്സങ്ങളാണ് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ. നമ്മൾ മാറി 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 ധ്യാനം കൂടുന്നു, ധ്യാന കേന്ദ്രങ്ങൾ മാറുന്നു അല്ലേ? അഭിഷേകം ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ഓടുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരാഴ്ച ഇരിക്കുന്നു. ഇതൊക്കെ എന്നിട്ടും പഴയ അവസ്ഥകൾ തന്നെയാണ്. നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. 34 സങ്കീർത്തനത്തിന്റെ ഏതാണ് വായിച്ചത്? 12, 13, 14 വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. പ്രഭാഷകൻ 11:7 നാവിനെ നിയന്ത്രിക്കാനായിട്ട് പറയുമ്പോൾ അവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. അതോടെ നമുക്ക് നോക്കിയിട്ട് പ്രഭാഷകൻ 11:7 അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസനം. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. പിന്നെ ആദ്യ ആലോചന, പിന്നെ ശാസനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കൃത്യമായിട്ട് ചെറിയ കാര്യമാണ് ചിന്തിക്കുന്ന ചെറിയ കാര്യമാണ്.
നാവിനെ നിയന്ത്രിക്കാൻ വചനം പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ കുറ്റം അറിയാതെയോ ആരോപിക്കുമ്പോൾ കൃത്യമായിട്ട് മറ്റൊരു ഭാഗത്ത് പ്രഭാഷണത്തിന്റെ പുസ്തകത്തില് 11-ാം അധ്യായത്തില് 7-8 തിരുവചനങ്ങൾ പറയുകയാണ്, കൃത്യമായിട്ട് അന്വേഷിച്ച് അറിയാതെ ഒരു വ്യക്തിയെ പോലും കുറ്റം പറയരുത്. കൃത്യമായിട്ട് അവിടെ വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? എന്റെ നാവാണ്. അപ്പൊ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ നേരെ കൈ ചൂണ്ടണോ? എന്റെ നേരെ തന്നെ കൈ ചൂണ്ടണം. എന്റെ നാവിനെ ഞാൻ ആദ്യമേ പൂട്ടണം. എന്റെ അതിരത്തെ ഞാൻ ആദ്യം പൂട്ടണം. എന്റെ നാവിനെ ഞാൻ നിയന്ത്രിക്കണം. അനുഗ്രഹം വരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, അനുഗ്രഹിക്കപ്പെടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ശ്രദ്ധിച്ചിരുന്നു? ഇതുവരെ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടാനുള്ള കുറുക്ക് വഴിയെ പറഞ്ഞിരുന്നേ. പരീക്ഷിച്ച് നോക്കിയോ? ഞാൻ പരീക്ഷ നോക്കിയിട്ടുള്ളതാണ്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നറിയുമോ? ശത്രുവിനെ സ്നേഹിക്കുക. സ്നേഹിച്ച മാത്രം പോരാ, അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആന്തരിക അർത്ഥം പ്രാർത്ഥിക്കുക എന്നാണ്. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ശത്രുവിനെ സ്നേഹിച്ച് പ്രാർത്ഥിച്ചാൽ. അല്ലേ? അവന് വിശക്കുന്നെങ്കിൽ, ഇല്ല അവിടെ പറയുന്നില്ലേ അത്? വിശക്കുന്നെങ്കിൽ അതെവിടെ പറയുന്നത്? അത് റോമാലേഖനം 12-ാം അധ്യായത്തില്, റോമാലേഖനം അതെല്ലാം എടുക്കാൻ സമയം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷണം, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ വെള്ളവും കൊടുക്കുക. അപ്പൊ സ്നേഹിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? വിശപ്പാക്കിട്ട് അവന്റെ ആവശ്യങ്ങളിൽ നമ്മള് സഹായകനായി നിൽക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ഉള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കുറുക്ക് വഴിയാണ് ഇത്. വലിയ സ്നേഹത്തിലാണ് നമ്മളോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് ചെറിയ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, കഴിഞ്ഞ മാസം വീട്ടിൽ കല്യാണം നടന്നു. അറിയാലോ, എല്ലാവർക്കും അറിയാലോ അല്ലേ? കല്യാണം നടന്നു. തൊട്ട അയൽപക്കം എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസ്തവരാണ്, പുലയരാണ്, ശത്രുതരാണ്. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കാരണമല്ല, അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കിയ വഴിയുടെ പ്രശ്നത്തിൽ അവർ പ്രശ്നം ഉണ്ടാക്കിയതാണ്. പക്ഷേ കർത്താവ് കൃത്യമായിട്ട് എനിക്ക് ബോധ്യം തന്നു, അവരുടെ വീട്ടിൽ പോയി കല്യാണം ക്ഷണിക്കണം. വീട്ടിൽ പോയി കല്യാണം ക്ഷണിച്ചു. ആ സ്ത്രീ വന്നു, ആ മനുഷ്യൻ വന്നില്ല. അപ്പോ പോകാൻ നേരത്ത് ഞാൻ ഭക്ഷണം, കറികളെല്ലാം പാക്ക് ചെയ്ത് ആ സ്ത്രീയുടെ കൊടുത്തു വിട്ടു. അത് കൊണ്ടുപോയി തെത്തിനോടക്കാൻ. ഈ ഭക്ഷണം കൊണ്ടുപോയി അവര് ഇയാൾക്ക് കൊടുത്തു. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, ഈ മനുഷ്യന്റെ 2 കണ്ണും നിറഞ്ഞ് ഇങ്ങനെ ഒഴുകി ഭക്ഷണത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കണ്ണും നിറഞ്ഞ് ഈ ഭക്ഷണത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. നീ നോട്ടീസ് അടിക്കണോ? ശത്രുത മാറിയെന്ന് നീ നോട്ടീസ് അടിക്കണോ?
ഇവിടെ പ്രവർത്തിച്ചത് ഏതാത്മാവാ? എന്തൊരു സ്നേഹമാണെന്നറിയാമോ? ചക്കയൊക്കെ വെട്ടിയിട്ട് അരിഞ്ഞ് അത് മുകളിൽ റോട്ടിൽ കയറ്റി വയ്ക്കുക. വണ്ടി വരുമ്പോൾ പാല് വെച്ചിട്ട് വരുന്നല്ലേ, ഇനി പാല് വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞു പശുവിനോട് തന്നെ മറ്റേ കുഴിച്ചു മൂടിക്കൊണ്ടിരുന്നതാണ് ചക്കയൊക്കെ. ഓരോ കാര്യത്തിലും വലിയ സ്നേഹവും അടുപ്പവും കാണിക്കുക. ഞാൻ ഒരു ചെറിയ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ശത്രുവിനെ നേടാൻ, ശത്രുവിനെ മിത്രമാക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ, അവനെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം കടന്നു വരാൻ ഉള്ള ഒരു കാര്യം കൂടി ഉണ്ട്. അനുഗ്രഹിക്കപ്പെടാൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ ഒരു കാര്യം കൂടിയുണ്ട്. ആഴമായി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിലും വല്ല കാര്യമൊന്നുമില്ല. എന്റെ വിശ്വാസം ഞാൻ അപംകുരം ഏറ്റുപറയുന്നവനായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയണം. പിതാവായ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കണം. അപ്പൊ വിശ്വാസമുള്ളവന് ഏറ്റുപറച്ചിലില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അനുഗ്രഹം പൂർണ്ണയിൽ വരുമോ? വരുന്നില്ല. വിശ്വാസം ഉണ്ട് എന്ന് പറയുന്ന വ്യക്തി ഏറ്റുപറയുന്ന വ്യക്തിയായിരിക്കണം. റോമ അല്ലേ 9:10, 10:9. റോമ എവിടെയാ വചനം പറയുന്നേ? റോമ 10:9 അല്ലേ? റോമ 10:9. അതിലും കൊണ്ട് ഏറ്റുപറയണം, വിശ്വസിക്കാം. അപ്പൊ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഞാൻ ഏറ്റുപറയുന്നില്ലെങ്കിൽ, അഥവാ സാക്ഷ്യത്തിന്റെ ജീവിതമില്ലെങ്കിൽ ഈ അനുഗ്രഹം എനിക്കുണ്ടാവത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അനുഗ്രഹിക്കപ്പെടാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നിർത്തുക. 3 കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നാവിനെ നിയന്ത്രിക്കുക. ഷോർട്ടായിട്ട് നാവിനെ നിയന്ത്രിക്കുക. പിന്നെ ശത്രുക്കളെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. 3 വിശ്വസിച്ച വിശ്വാസം ഏറ്റുപറയുക, അഥവാ സാക്ഷ്യത്തിന്റെ ജീവിതം നമുക്കുണ്ടാകുക. സാക്ഷ്യത്തിന്റെ ജീവിതം നമുക്കുണ്ടാകുക. ഈ 3 കാര്യങ്ങളിൽ പൂർണ്ണത പ്രാപിച്ചാൽ നമ്മൾ വാഗ്ദത്ത സന്തതികളാണ്. ആ സന്തതികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങൾ എന്നിൽ പൂർത്തിയായാൽ മറ്റൊരു അത്ഭവം നടക്കും. എന്നെ കാണുന്നവൻ പറയും, ഇവനൊരു അനുഗ്രഹമാണ്. അപ്പൊ ദൈവം പറയുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. അബ്രാഹത്തോട് പറഞ്ഞു അല്ലേ, നീ ഒരു അനുഗ്രഹമാണ്. ഉൽപ്പത്തി 12-ാം അധ്യായം 1 മുതൽ വചനം പഠിക്കുമ്പോ അല്ലേ, നീ ഒരു അനുഗ്രഹമാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും. ഇന്ന് നമ്മളെ കാണുന്നവര് അനുഗ്രഹിക്കുകയാണോ, തെറിവിളിക്കുകയാണോ, ശപിക്കുകയാണോ? എന്താ ചെയ്യുന്നത്? ജനക്കുട്ടി എന്താ ചെയ്യുന്നത്? ഇത് നമ്മളെ കാണുന്നവര് ഏതായാലും പരസ്യം പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ ചിലപ്പോ പറയുന്നുണ്ടാകും. എന്ത് ചെയ്യണം? എന്നെ കാണുന്നവൻ നീ ഒരു അനുഗ്രഹമാണെന്ന് പറയണമെങ്കിൽ, ഇന്നൊരു ക്രിസ്ത്യാനിയെ നോക്കിയിട്ട് നീ ഒരു അനുഗ്രഹമാണെന്ന് പറയാൻ പറ്റിയ ക്രിസ്ത്യാനികളുണ്ടോ?
സംശയമാണ്. വാഗ്ദത്ത സന്തതികളാണ് അല്ലേ? ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന മക്കളാണ്. ജീവനുള്ള വചനം അധരത്തിലും ഹൃദയത്തിലും കയ്യിലുമൊക്കെ കൊണ്ടു നടക്കുന്നവരാണ്. സംശയമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമെങ്കിൽ കൃപാസനത്തിലേക്ക് ഓടണ്ട, അട്ടപ്പാടിക്കും ഓടണ്ട, അങ്ങടെ എരുമേലിക്കും ഓടണ്ട. കല്യാണം എരുമേലി ഒരു സ്ഥലത്തേക്കും ഓടണ്ട. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ തലമുറയിൽ, നമ്മുടെ കുഞ്ഞുങ്ങളില് നമുക്ക് കാണാൻ പറ്റും. ആ പശ്ചാത്തലത്തിലാണ് യേശയ്യാ 59:20-21 വചനം നമ്മൾ ആദ്യം ഒന്ന് കടന്നുപോയായിരുന്നു ചെയ്തത്. നിന്റെയോ നിന്റെ സന്തതികളുടെയോ അവരുടെ സന്തതികളുടെയോ ഹൃദയത്തിൽ നിന്ന് ഞാൻ എൻ്റെ ആത്മാവിനെയും എൻ്റെ വചനത്തെയും എടുത്ത് കളയുകയില്ല. ഈശോ നമുക്ക് കാണിച്ചു തന്ന വഴി ഇതാണ് അല്ലേ? ഈശോ കാണിച്ചു തന്ന വഴി ഇതാണ്. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അനുകരിക്കേണ്ട വഴി ഇതാണ്. ക്രിസ്തു കാണിച്ചത് വഴിയാണ്. തീരുമാനം എടുത്തോ, ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് എൻ്റെ അനുഭവവുമായിട്ട് തെറ്റിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അത്ഭുതകരമായിട്ട് തമ്പുരാന്റെ ആ ബ്ലെസ്സിങ് നമ്മൾ അറിയാതെ നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകിയിറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. തീരുമാനം എടുത്തോ? ചിലർ ചിന്തിക്കുക വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടി ആലോചിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം. ഒന്നുകൂടി ആലോചിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം. ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കട്ടെ, പ്രാർത്ഥിച്ചൊരു വചനമൊക്കെ എടുത്ത് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. സ്വീകാര്യമല്ല തമ്പുരാനെ. കേൾക്കുന്ന നിമിഷം തന്നെ തീരുമാനം എടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മാസം 30-ാം തീയതി മുതൽ അടുത്ത മാസം 5-ാം തീയതി വരെ ഷെക്കീന ടീമിന്റെ ഒരു ധ്യാനം ദുബൈയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ധ്യാനത്തിന് ഏതായാലും പോണോ പോണ്ടയോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പോകണമെന്ന് തോന്നും, അതിന് വേണ്ടെന്ന് തോന്നും. പക്ഷെ അതിന് കർത്താവിനൊരു ബോധ്യത, തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുന്നവൻ എന്നാൽ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിലേക്ക് ഇഷ്ടപ്പെട്ടത്. തീരുമാനങ്ങളിൽ ഉറച്ച് നിൽക്കുന്നവൻ. ഞാൻ തീരുമാനമെടുത്തു. പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരം തീരുമാനമെടുത്തു. ഞാൻ വിളിച്ച് ബുക്ക് ചെയ്യുകയും ചെയ്തു. ഈ മാസം 30 മുതൽ 5 വരെ ആരെങ്കിലുമൊക്കെ പോകണമെങ്കിൽ വരാം. ഷെക്കീന ടീമിന്റെ ഒരു സ്പെഷ്യൽ ധ്യാനമാണ്. നമ്മൾ തീരുമാനം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ നമ്മൾ എടുത്തോളണം. ആത്മീയ കാര്യങ്ങളിൽ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് പലരോടും ആലോചിക്കാനുണ്ട്, ചോദിക്കാനുണ്ട്. ശരിയായിരിക്കും. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ തീരുമാനം അപ്പോൾ തന്നെ എടുക്കും. വചനം കേൾക്കുന്ന നിമിഷം തന്നെ നമ്മൾ തീരുമാനമെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെയാ പറഞ്ഞേ? അനുഗ്രഹിക്കപ്പെടാൻ എന്തൊക്കെയാ പറഞ്ഞേ? പിന്നെ സാക്ഷ്യത്തിന്റെ ജീവിതം. സാക്ഷ്യത്തിന്റെ ജീവിതം അത് മസ്റ്റാണ്. സാക്ഷ്യത്തിന്റെ ജീവിതം വിശ്വസിക്കണം. വിശ്വസിച്ച മാത്രം പോരാ, അത് ഏറ്റുപറയണം. ഹല്ലേലൂയ. അപ്പൊ ഹൃദയത്തിൽ പറഞ്ഞില്ലേ 3 കാര്യങ്ങൾ പ്രാബല്യത്തിലാക്കാൻ പറ്റും അല്ലേ? മനസ്സ് വെച്ചാൽ സാധിക്കും. മനസ്സ് വെച്ചാൽ നിനക്ക് സാധിക്കും. കാരണം എന്താ? വചനം നിനക്ക് സമീപസ്ഥമാണ് അല്ലേ? എങ്ങനെ പഠിപ്പിക്കും? വചനം നിനക്ക് സമീപസ്ഥമായതുകൊണ്ട് മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും.
ഹല്ലേലൂയ. അങ്ങനെ മനസ്സ് വെച്ചുകൊള്ളുക, കൽപ്പനകൾ പാലിക്കുക, ഏറ്റെടുക്കുക. യെസ്, ദൂരെ പോകുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് അവസാനിപ്പിക്കാൻ സമയം പെട്ടെന്ന് ഇരിക്കാം.